ADGP MR അജിത് കുമാർ RSS നേതാക്കളെ സന്ദർശിച്ചതിന് പിന്നിൽ CPM-ന്റെയും BJP-യുടെയും ഡീലാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനും ഒരേ ഭാഷയാണെന്നും പ്രതാപൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രതാപൻ. 2024 തൃശൂർ പൂരം ബോധപൂർവം അലങ്കോലപ്പെടുത്തുവാൻ ADGPക്ക് ധൈര്യം വന്നത്. ADGPക്ക് അതിനാവശ്യമായ നിർദ്ദേശം കൊടുത്തത്. അതുകൊണ്ട് തൃശൂരിലെ BJP സ്ഥാനാർത്ഥിയുടെ വിജയം പിണറായി വിജയന്റെ മകളുടെയും തൃശൂർ ജില്ലയിലെ CPM നേതാക്കളുടെയും രക്ഷയ്ക്കായി നൽകിയ ദാനമാണ്. ഇതിനു മുൻപ് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെ സീനിയർ IPS ഉദ്യോഗസ്ഥന്മാർ അവിടെ പോയി സന്ദർശിച്ചതായി കേട്ടിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത്. RSSും CPM-ഉം തമ്മിലുള്ള ഡീല് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. തൃശ്ശൂരാണ് അതിന്റെ കേന്ദ്രം. RSS നേതാവിനെ കണ്ടത് തൃശ്ശൂരിൽ, ഈ പൂരം കലക്കിയത് തൃശ്ശൂരിൽ, കരുവന്നൂർ കേസ് ED കേസ് അട്ടിമറിച്ചത് തൃശ്ശൂരിൽ. ഈ BJPക്ക് ഡീലിന്റെ ഭാഗമായി ഒരു സ്ഥലത്ത് സ്വന്തം മുന്നണിയിലെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിച്ച് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരം കൊടുത്തത് തൃശ്ശൂരിൽ. തൃശൂരിലെ BJP സ്ഥാനാർത്ഥിയുടെ വിജയം CPM നേതാക്കളുടെ രക്ഷയ്ക്കായി നൽകിയ ദാനമാണ്. കരുവന്നൂർ കേസും എക്സാലോജി കേസും എഴുതിത്തള്ളിയതുപോലെയാണെന്നും ഇതിന് തെളിവാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ പ്രശാന്ത് കുമാറിനെ സ്ഥലം മാറ്റിയത് എന്നും പ്രതാപൻ ആരോപിച്ചു. കരുവന്നൂർ കേസ് ED അവസാനിപ്പിച്ച നിലയിലാണ്. എന്ത് ഡീൽ, ഏത് അടിസ്ഥാനത്തിലാണ് കരുവന്നൂർ കേസും എക്സാലോജിക്കൽ കേസും ED എഴുതിത്തള്ളിയതുപോലെ ആക്കിയത്? CPM-നെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ടുകെട്ടുന്നതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിന് ഇടനിലക്കാരനാണ് MR അനിൽകുമാർ. തൃശൂർ, ആറ്റിങ്ങൽ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ CPM BJPയെ സഹായിക്കണം എന്നായിരുന്നു ഡീൽ. ഈ രണ്ട് കേന്ദ്ര ഏജൻസികളുടെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ADGP അജിത് കുമാറിന്റെ കൈക്കുമ്പിളിലാണ്, അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്. അദ്ദേഹം ശുപാർശ ചെയ്തവരെയാണ് ഡൽഹിയിൽ നിന്നും നിയമിച്ചിട്ടുള്ളത്. ഇതെല്ലാം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJPയെ ജയിപ്പിക്കുന്നതിന് ഉണ്ടാക്കിയ കരാറാണ്. RSSനും സംഘപരിവാറിനും വേണ്ടി ഓൺലൈൻ മാധ്യമ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഡൽഹിയിലെ RSS കേന്ദ്രത്തിൽ നിന്നാണ് നിർദ്ദേശമുണ്ടായതെന്നും RSSും CPM-ഉം തമ്മിലുള്ള ഡീൽ കോൺഗ്രസ് പുറത്തു കൊണ്ടുവരുമെന്നും പ്രതാപൻ പറഞ്ഞു. ഒരു ജനപ്രതിനിധിയെ ജാതീയമായി ആക്ഷേപിച്ച് അറസ്റ്റ് വാറണ്ട് ഉണ്ടായി. ആ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുമ്പോൾ അയാൾ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കാരണം ADGP MR അജിത് കുമാറാണ്. RSSനും സംഘപരിവാറിന് വേണ്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓൺലൈൻ മീഡിയ ഉപയോഗിച്ച് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് മറുനാടൻ മലയാളി. DCC ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അനിൽ അക്കരയും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് TCV.